Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Hello my dear students, welcome to the world of English. Today we are going to take our first step to the world of English. Do you like stories? Yes, I know you are all like stories. So at first we are going to tell a story. Yes, we are going to study a story. Have you ever heard about the word sail? Yes, the meaning of the word is move on water. വാട്ടറിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ തിങ് came to your mind when we heard the word sail? Yes, ships, boat and so on. These are the things sail in the water, sea or river. Do anyone travel in a ship? നമ്മുടെ ഓൾഡൻ ഡേയ്സിൽ പഴയ കാലത്ത് ആളുകൾ എയ്റോപ്ലെയിൻസും ട്രെയിനും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതിനു മുമ്പ് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന മാർഗം ഷിപ്പായിരുന്നു. കടലിലൂടെയായിരുന്നു അവർ യാത്ര ചെയ്തത്. അങ്ങനെ പണ്ട് കാലത്ത് നടന്ന ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദിസ് ഈസ് അവർ സ്റ്റോറി ടൈം. സോ അവർ സ്റ്റോറി SINBAD the Sailor, taken from the collection of Middle Eastern stories called the 1001 Nights. 1001 രാവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള അറേബ്യൻ കഥകളുടെ ഒരു കളക്ഷനിൽ നിന്നാണ് നമ്മുടെ സ്റ്റോറി എടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ആൻ അഡ്വഞ്ചറസ് സ്റ്റോറി ഓഫ് എ സെയിലർ. ഒരു സെയിലറുടെ, ഒരു കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. സോ ലെറ്റ്സ് ലുക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 9. Our first chapter is SINBAD the Sailor. SINBAD the Sailor. SINBAD is a sailor. Here we can understand that SINBAD is a sailor. സെയിലർ മീൻസ് നാവികൻ അല്ലെങ്കിൽ കപ്പലിൽ പണിയെടുക്കുന്ന ആൾ. ഇവരെയൊക്കെയാണ് നമ്മൾ സെയിലർ എന്ന് പറയുന്നത്. സോ സിംബാദ് ഈസ് അവർ ഹീറോ. ദ സ്റ്റോറി ഈസ് എബൌട്ട് സിംബാദ്. സിംബാദിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിംബാദ് ഈസ് അവർ ഹീറോ. So first we are going to read our story. This is our first paragraph. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫാണ്. എല്ലാവരും ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഇറ്റ് വാസ് എ ക്ലിയർ ഡേ when we set sail from Baghdad. We stopped at many places and sold a lot of goods. One day we landed on an island. All of us plucked fruits and flowers on the island. After a good meal, I fell asleep on the shore. Here I read the first paragraph. So listen here. It was a clear day. അതൊരു തെളിഞ്ഞ ദിവസമായിരുന്നു. When we set sail from Baghdad. ഞങ്ങൾ ബഗ്ദാദിൽ നിന്നും സെയിൽ തുടങ്ങിയപ്പോൾ, യാത്ര തുടങ്ങിയപ്പോൾ അതൊരു തെളിഞ്ഞ ദിവസമായിരുന്നു. വി സ്റ്റോപ്ഡ് അറ്റ് മെനി പ്ലേസസ്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തി. ആൻഡ് സോൾഡ് എ ലോട്ട് ഓഫ് ഗുഡ്സ്. ഹിയർ ഗുഡ്സ് ഈസ് ഇൻ റെഡ് ലെറ്റേഴ്സ്. സോ വി സ്റ്റോപ്ഡ് അറ്റ് മെനി പ്ലേസസ് ആൻഡ് സോൾഡ് എ ലോട്ട് ഓഫ് ഗുഡ്സ്. ഒരുപാട് ഗുഡ്സുകൾ വിൽക്കുകയും ചെയ്തു. ഗുഡ്സ് മീൻസ് തിങ്സ് ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് ആൻഡ് സോൾഡ്. വിൽക്കാനും വാങ്ങാനും പറ്റുന്നവയെ നമ്മൾ ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ചെരുക്കിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഗുഡ്സ് വിറ്റു, ചരക്കുകൾ വിറ്റു. വൺ ഡേ വി ലാൻഡഡ് ഓൺ ആൻ ഐലൻഡ്. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ഒരു ഐലൻഡിൽ ലാൻഡ് ചെയ്തു. ഐലൻഡ് മീൻ ഹിയർ ദിസ് ഈസ് ഐസ്ലാൻഡ്. ദിസ് ഈസ് നോട്ട് ഐസ്ലാൻഡ് as is island, so this is called island. Okay, once again said island.
സോ അങ്ങനെ അവരൊരു ഐലൻഡിൽ നിർത്തി. ഓൾ ഓഫ് us plucked the fruits and flowers on the island. ഞങ്ങൾ ആ ഐലൻഡിൽ നിന്നും ഒരുപാട് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ എടുത്തു. ആഫ്റ്റർ എ ഗുഡ് മീൽ, ഒരു നല്ല മീലിന് ശേഷം, ഐ ഫെൽ അസ്ലീപ്പ് ഓൺ ദ ഷോർ, ആ തീരത്ത് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഹിയർ ഐ മീൻ സിംബാദ്. സിംബാദ് ഈസ് സേയിങ് ഹിസ് സ്റ്റോറി. സിംബാദിൻ്റെ കഥ പറയാണ്. അപ്പോൾ സിംബാദ് അവനെക്കുറിച്ച് പറയാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഐ എന്ന് യൂസ് ചെയ്തത്. ഐ ഫെൽ അസ്ലീപ്പ് ഓൺ ദ ഷോർ. അങ്ങനെ നല്ലൊരു മീൽ, എന്താണ് സദ്യക്ക് ശേഷം ഞാൻ നല്ല പോലെ ഒന്ന് ഉറങ്ങിപ്പോയി. So this is our first paragraph. I think you are all clear about this. And the second paragraph start with this page too. When I woke up, അങ്ങനെ ഞാൻ എണീറ്റു. The ship was gone. ഷിപ്പ് പോയിരുന്നു. And I could not see anyone. And I could not see anyone. എനിക്ക് ആരെയും കാണാൻ പറ്റിയില്ല. Turn the next page, page number 10. Here we can see the next paragraph. Suddenly, something fell near me. It was a chunk of meat. Then I saw that there were several chunks of meat everywhere. Suddenly, പെട്ടെന്ന്, something fell near me. എൻ്റെ അടുത്ത് എന്തോ ഒന്ന് വീണു എന്ന് നമ്മുടെ സിംബാദ് പറയാണ്. It was a chunk of meat. Chunk means large or thick piece of something. വലിയ എന്തിൻ്റെ ഒരു പീസിനെയാണ് നമ്മൾ ചങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വന്ന് വീണിട്ടുള്ളത്? എ ചങ്ക് ഓഫ് മീറ്റ്. വലിയൊരു മീറ്റിൻ്റെ പീസ് വന്ന് വീണിട്ടുണ്ട് നമ്മുടെ സിൻബാദിൻ്റെ അരികിൽ. Then I saw that there were several chunks of meat everywhere. അതിന് ശേഷമാണ് അവൻ കാണുന്നത്. Then I saw, പിന്നെ ഞാൻ കണ്ടു, that there were several chunks of meat everywhere. എല്ലായിടത്തും ഓരോരോ മീറ്റ് ചങ്ക് കിടക്കുന്നുണ്ട്, വലിയ വലിയ പീസ് ഓഫ് മീറ്റ് കിടക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെയാണ് അവന് കാണുന്നത്. പെട്ടെന്ന് നമ്മുടെ സിംബാദിൻ്റെ അരികിൽ ഒരു വലിയൊരു മീറ്റിൻ്റെ പീസ് വന്ന് വീഴുകയാണ്, ഇറച്ചി കഷ്ണം വന്ന് വീഴുകയാണ്. അത് കഴിഞ്ഞവൻ നോക്കിയപ്പോൾ എല്ലായിടത്തും അതുപോലുള്ള വലിയ പീസ് ഓഫ് മീറ്റ് വന്ന് കിടക്കുന്നുണ്ട്. I could see some men throwing huge pieces of meat on the valley from the hills. As they threw the meat chunks, many huge birds came flying down and picked the meat with their claws. I could see some men throwing huge pieces of meat on the valley from the hills. കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ, ഒരുപാട് പുരുഷന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചങ്ക് എറിയാണ്. മീറ്റ് ചങ്ക് എന്ന് പറഞ്ഞാൽ വലിയ പീസ് ഓഫ് മീറ്റ്. As they threw the meat chunks, many huge birds came flying down and picked the meat with their claws. I wanted to know who these men were and why they were throwing meat for the birds. Then I noticed something shining under one of the meat chunks. It was a diamond. A bird picked it up and rose high up in the air. Then, as they threw the meat chunks, അവർ മീറ്റ് ചങ്ക് എറിയുമ്പോൾ many huge birds came flying down. ഒരുപാട് വലിയ പക്ഷികൾ, ഹ്യൂജ് ബേർഡ്സ്, വലിയ പക്ഷികൾ came flying down, താഴേക്ക് പറന്നു വരുന്നു. ആൻഡ് picked up the meat with their claws. അവർ എന്താണ് ചെയ്യുന്നത്? picked up the meat, ആ മീറ്റ് എടുക്കുകയാണ്. with their claws, അവരുടെ ക്ലോ ഉപയോഗിച്ചിട്ട് ആ മീറ്റ് എടുക്കുകയാണ്. I wanted to know who these men were. എനിക്ക് അറിയാൻ തോന്നി ആരാണ് ഇവരെന്ന്. ആൻഡ് why they were throwing meat for the birds. എന്തിനാണ് അവർ ഈ ബേർഡ്സിന് മീറ്റ് എറിഞ്ഞു കൊടുക്കുന്നത്? Then I noticed something shining under one of the meat chunk. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. Then I noticed, ഞാൻ നോട്ടീസ് ചെയ്തത്, സംതിങ് ഷൈനിങ് അണ്ടർ ദി മീറ്റ് ചങ്ക്. മീറ്റ് ചങ്കിന് അടിയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നുണ്ട്. ഇറ്റ് വാസ് എ ഡയമണ്ട്. അതൊരു ഡയമണ്ട് ആയിരുന്നു. എ ബേർഡ് പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് റോസ് ഹൈ അപ്പ് ഇൻ ദ എയർ. ഒരു പക്ഷി അതെടുത്തിട്ട് നല്ല ഉയരത്തിൽ പറന്ന് പോവാണ്.
ദ തിങ്സ് ബിക്കെയിം ക്ലിയർ ടു മീ. അങ്ങനെ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി, ക്ലിയറായി. ദീസ് മെൻ വാണ്ടഡ് ദ ഡയമണ്ട്സ്. ഈ മനുഷ്യർക്ക് എന്താണ് ആവശ്യം? ഡയമണ്ടാണ് ആവശ്യം. But they were too scared to come down to the valley as there were snakes everywhere. പക്ഷേ അവർക്ക് എന്താണ്? They were too scared. അവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. To come down to the valley. കുന്നിൻ്റെ ചെരുവിലേക്ക് വരാൻ എല്ലാവർക്കും പേടിയാണ്. Because there were snakes everywhere. അവിടെ എല്ലായിടത്തും എന്തുണ്ട്? സ്നേക്സ് ഉണ്ട്, പാമ്പുകളുണ്ട്. So they were throwing meat chunks in the hope that some diamonds would get stuck them. അപ്പോൾ എന്താണ്? അവർ മീറ്റ് ചങ്ക് താഴേക്ക് എറിയുമ്പോൾ ബേർഡ്സ് അത് കൊത്തി പറക്കുമ്പം എന്താണ്? ബേർഡ്സ് അവരുടെ കുന്നിൻ്റെ മുകളിൽ കുറച്ച് ഡയമണ്ട്സ് എത്തിക്കും. അങ്ങനെയാണ് ഇവർക്ക് ഈ ഡയമണ്ട് കിട്ടുന്നത്. ഈ പ്രതീക്ഷയിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ മീറ്റ് ചങ്ക് എറിയുന്നത്. I wanted to know where the birds were flying off with the meat. അങ്ങനെ ഞാൻ ആ ബേർഡ്സ് ഈ മീറ്റ് കൊണ്ട് എങ്ങോട്ടാണ് പറക്കുന്നത് എന്നറിയാൻ നോക്കി. ആൻഡ് ഹൗ ദ മെൻ കളക്റ്റഡ് ദ ഡയമണ്ട്സ് ലേറ്റർ. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ഡയമണ്ട്സ് കളക്ട് ചെയ്യുന്നത്, ഈ ബേർഡ്സ് കൊണ്ടുവരുന്ന ഡയമണ്ട്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. സോ ഐ തോട്ട് ഓഫ് എ പ്ലാൻ. അങ്ങനെ എനിക്കൊരു പ്ലാൻ കിട്ടി. ഞാനൊരു പ്ലാന് ചിന്തിച്ചു. I tied a large piece of meat to my body using my turban. അങ്ങനെ വലിയൊരു മീറ്റിൻ്റെ കഷ്ണത്തിന്മേൽ ഇവരെന്ത് ചെയ്യാണ്? ഇവനെ ടൈഡ് ചെയ്ത് വെക്കുകയാണ്, കെട്ടി വെക്കുകയാണ്. അവൻ്റെ ടർബൻ ഉപയോഗിച്ച്, അവൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ടുള്ള ടർബൻ ഉപയോഗിച്ചിട്ട് അവന് ഒരു പീസ് ഓഫ് മീറ്റ് മേൽ അവനെ കെട്ടിയിട്ടു. വൺ ഓഫ് ദി ബേർഡ്സ് സോ ദ പീസ് ഓഫ് മീറ്റ്. അങ്ങനെ ഒരു ബേർഡ് ആ മീറ്റ് കണ്ടു. ഇറ്റ് പിക്ക്ഡ് മീ അപ്പ്. അത് എന്നെ എടുത്ത് പറന്നു. ആൻഡ് ക്യാരീഡ് ടു ഇറ്റ്സ് നെസ്റ്റ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദി ഐലൻഡ്. അങ്ങനെ ഈ ഐലൻഡിൻ്റെ മറ്റേ അറ്റത്തേക്ക് ആ പക്ഷി ഇവനെ കൊണ്ട് പറന്നു. ഐ ഫൗണ്ട് ദ നെസ്റ്റ് ഫിൽഡ് വിത്ത് ഡയമണ്ട്സ്. അങ്ങനെ ഞാൻ അതിൻ്റെ കൂട് കണ്ടു. എങ്ങനെയാണ് കൂടിയിരിക്കുന്നത്? ഐ ഫൗണ്ട് ദ നെസ്റ്റ് ഫിൽഡ് വിത്ത് ഡയമണ്ട്സ്. ഡയമണ്ട്സ് കൊണ്ട് ഫില്ലാണ് അവൻ്റെ കൂട്, ആ പക്ഷിയുടെ കൂട്. ഐ ഹാഡ് ടു കം ഔട്ട് ഓഫ് ദി നെസ്റ്റ് ക്വിക്ക്ലി ആസ് ദ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ് വർ റെഡി ടു ഫീഡ് ഓൺ ദ മീറ്റ്. അവർ ഫീഡ് ഓൺ മീൻസ് ടു ഈറ്റ്. അവർ ആ മീറ്റ്, ആ പക്ഷികൾ ആ മീറ്റ് കഴിക്കാൻ നിൽക്കുന്ന സമയം ഞാൻ പെട്ടെന്ന് ആ നെസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു, ഇറങ്ങി. ഐ ഹൈഡ് ക്ലോസ് ടു ദ നെസ്റ്റ് ഫോർ സം ഹവേഴ്സ്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ ഞാൻ ആ നെസ്റ്റിൻ്റെ അടുത്ത് ഒളിച്ചിരുന്നു. ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിഡ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്നു. ദെൻ ഐ നോട്ടീസ്ഡ് സം ഓഫ് ദി മെൻ ഹു വർ ത്രോയിങ് ദ മീറ്റ് ചങ്ക്സ് വർ കമ്മിങ് ടുവാർഡ്സ് ദ നെസ്റ്റ്. അങ്ങനെ ആ മീറ്റ് ചങ്ക് എറിഞ്ഞ മനുഷ്യരിങ്ങനെ വരുന്നുണ്ട്. ദേ സ്കെയർഡ് ദ ബേർഡ് away and started picking the diamonds. They scared the bird away. അവർ ആ പക്ഷിയെ പേടിപ്പിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് പിക്കിംഗ് ദ ഡയമണ്ട്സ്. അങ്ങനെ ഡയമണ്ട്സ് എടുക്കാൻ തുടങ്ങി. When I approached them, they were surprised to see me. അങ്ങനെ ഞാൻ അവരെ അപ്രോച്ച് ചെയ്തു, അവരെ സമീപിച്ചു, അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവരെന്തായി? സർപ്രൈസായി. ഹൂ ആർ യു? ആരാണ് നീ? ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ദർ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആസ്ക് വൺ ഓഫ് ദം. അവരിൽ ഒരാൾ സിൻബാദിനോട് ചോദിക്കുകയാണ്. ഐ ടോൾഡ് ദം ഹൗ ഐ ഹാഡ് കം ദർ. അങ്ങനെ ഞാൻ അവരോട് എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് പറഞ്ഞു. ആഫ്റ്റർ ലിസണിങ് ടു മൈ സ്റ്റോറി, എൻ്റെ കഥ കേട്ടിട്ട് they told me that there were traders and that their ship was at the other end of the island. They also told me that they often came to the island after hearing about its riches from an old man. I told them how I had come here. ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് അവരോട് പറഞ്ഞു. ആഫ്റ്റർ ലിസണിങ് മൈ സ്റ്റോറി, എൻ്റെ കഥ കേട്ടതിന് ശേഷം ദേ വർ ടോൾഡ് മീ, അവരെന്നോട് പറഞ്ഞു ദാറ്റ് ദേ വർ ട്രേഡേഴ്സ്. അവരെന്താണ്? ട്രേഡേഴ്സാണ്, കച്ചവടക്കാരാണ്. ആൻഡ് ദെയർ ഷിപ്പ് വാസ് അറ്റ് ദ
അതർ എൻഡ് ഓഫ് ദി ഐലൻഡ്. ഈ ഐലൻഡിൻ്റെ ഒരറ്റത്ത് മറ്റേ അറ്റത്ത് എന്തുണ്ട്? അവരുടെ ഷിപ്പുണ്ട്. They also told me that they often came to the island after hearing about its riches from an old man. ഒരു ഓൾഡ് മാൻ്റെ അടുത്ത് നിന്ന് അവർ കേട്ടതാണ് ഈ ഐലൻഡിലുള്ള ധനത്തെ പറ്റി, ഈ ഐലൻഡിലുള്ള സമ്പത്തിനെ കുറിച്ച് അവരൊരു ഓൾഡ് മാനിൽ നിന്നും കേട്ടതാണ്. അതിനുശേഷം അവർ വരുന്നതാണ് ഈ ഡയമണ്ട് എടുക്കാൻ. The next paragraph is the traders allowed me to take some diamonds. അങ്ങനെ ആ ട്രേഡേഴ്സ് നമ്മുടെ സിംബാദിന് കുറച്ച് ഡയമണ്ട്സ് എടുക്കാൻ അനുവദിക്കുകയാണ്. Then they took me on their ship and we set sail. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ ശത്രുതയൊന്നും കാട്ടിയിട്ടില്ല. അവർ സിംബാദിനെ കൂടെ അവരുടെ ഷിപ്പിൽ കൊണ്ടുപോവാണ്. അറ്റ് ദ നിയറസ്റ്റ് പോർട്ട്. അങ്ങനെ അടുത്ത പോർട്ടിലെത്തിയപ്പോൾ, പോർട്ട് മീൻസ് എ പ്ലേസ് വെർ ഷിപ്സ് ലോഡ് ആൻഡ് അൺലോഡ് ഗുഡ്സ്. അടുത്ത ഷിപ്പ് നിർത്തുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ പോർട്ടിലെത്തിയപ്പോൾ ഐ എക്സ്ചേഞ്ച്ഡ് സം ഓഫ് ദി ഡയമണ്ട്സ്. അങ്ങനെ ഞാൻ കുറച്ച് ഡയമണ്ട്സ് എക്സ്ചേഞ്ച് ചെയ്തു ഫോർ സം ഗുഡ്സ്, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഫ്രം ദോർ, അവിടം മുതൽ ഐ ഫൈനലി വെൻ ബാക്ക് ടു ബഗ്ദാദ്. അവിടുന്ന് ഞാൻ ബഗ്ദാദിലേക്ക് തിരിച്ചു. ഐ ലിവ്ഡ് ഹാപ്പിലി വിത്ത് ദ റിച്ചസ് ഐ ഹാഡ് ഗെയിൻഡ്. അങ്ങനെ ഗെയിൻഡ് മീൻസ് ഗോട്ട്, നേടിയ. അങ്ങനെ ഞാൻ നേടിയിട്ടുള്ള ഈ സമ്പത്ത് കൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിച്ചു. സോ ദിസ് ഈസ് അവർ സ്റ്റോറി. ലെറ്റ്സ് വാച്ച് എ വീഡിയോ ഓഫ് ദി സ്റ്റോറി. Sinbad the Sailor. There was once a sailor named Sinbad. One day he and a sailor set sail to Baghdad. They stopped at many places and sold a lot of goods. They landed on an island and fell asleep on the shore after a good meal. When they woke up, the ship was gone and could not find anyone. Suddenly, a chunk of meat fell near Sinbad, and there were several chunks of meat everywhere. Sinbad saw some men throwing huge pieces of meat on the valley. As they threw the meat chunks, many huge birds came flying and picked the meat with their claws. Sinbad wanted to know the reason behind these meat chunks and the men who threw them. He then noticed that there was a piece of diamond stuck to the meat chunk, and a bird picked it up and rose high up in the air. Sinbad understood that the men wanted the diamonds, but they were too scared to come down to the valley as there were many snakes. So they were throwing meat chunks hoping that some diamonds would get stuck to them. Sinbad wanted to know where these birds flew off with the meat and how the men collected the diamonds later. So he thought of a plan and tied a large piece of meat to his body using his turban. One of the birds saw the piece of meat that Sinbad had tied himself to. It picked him up and carried him to its nest at the other end of the island. He found the nest was filled with diamonds. He came out of the nest quickly, as the other birds in the nest were ready to feed on the meat. Sinbad hid close to the nest for some hours, and he noticed the men who threw the meat chunks were coming towards the nest. They scared the bird away and started picking the diamonds. When Sinbad approached them, the men asked him who he was and what was Sinbad doing there. Sinbad then said how he had reached the place. The men, after listening to Sinbad, said that they were traders, and the ship was at the other end of the island. They also said they often came to the island after hearing about its riches from an old man. The traders allowed Sinbad to take some diamonds. Then the men took Sinbad on their ship and they set sail. At the nearest port, Sinbad exchanged some of the diamonds for some goods, and from there he went back to Baghdad and lived happily with the riches he had gained. I think all of you understand the story. If anyone have any doubt, please ask me. Thanks for watching. Ta-da, bye-bye, see you. Subhanakallahumma wa bihamdik, nashhadu an la ilaha illa ant, nastaghfiruka wa natubu ilayk. Assalamu alaikum wa rahmatullahi wa barakatuh.